നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയൊക്കെ എന്താ എന്നെ വിചാരണ ചെയ്യാനാണോ രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അമ്മേ, സീതമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടായിരുന്നു? ഞാനിവിടെ ഉണ്ടെന്ന് വിളിച്ചു പറയാം. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ഇപ്പോ. സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ച് സ്വന്തം വരുമാനത്തില് സന്തോഷമായിട്ട് ജീവിച്ചോളും. എന്റെ പൊന്നു ചേച്ചി, ഇന്നലെ ഞാൻ ഇതിനൊക്കെ മാപ്പ് പറഞ്ഞതല്ലേ. എന്നിട്ട് ചേച്ചി പിന്നെ എന്തിനാ ഞങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ശിക്ഷിക്കുന്നേ? വലിയച്ചി വേണമെങ്കിൽ ഞങ്ങളെ വഴക്ക് പറഞ്ഞോ, അടിച്ചോ, അല്ലെങ്കിൽ കൊന്നോ, അതിലൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ മാറി നിൽക്കരുത്, നിന്നാ ഞങ്ങൾ തകർന്നു പോവും. അതെ അതെ, തകരും തകരും. നീയൊക്കെ പറയുന്നത് മുഴുവൻ ശരിയാണ്. പക്ഷെ എന്റെ ഒരു വികാരം മാത്രം ആർക്കും മനസ്സിലാവില്ല. ഒന്നാമത് ഉള്ള ഒരു ശത്രുവിനെ കൊണ്ടേ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനിടയിലാ ഓരോരുത്തികളായിട്ട് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്. എന്റെ അഞ്ജലി, ശത്രുക്കളെ ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ഒരുങ്ങി ഇറങ്ങോ? സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായി പോകുന്നതാണ്. നിന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കാതെ സ്വന്തമായിട്ട് തൊഴിലെടുത്ത് കാര്യങ്ങൾ നോക്കണമെന്ന് അവള് ചിന്തിക്കുന്നതിൽ കുറ്റം എന്താണ്? ജോലി സ്ഥലത്ത് വെച്ച് ഒരുവൻ മര്യാദ കേട്ട് പെരുമാറുമ്പോ അന്തസ്സും അഭിമാനമുള്ള പെൺകുട്ടികൾ കയർക്കും. അതിലാർക്കും തെറ്റു പറയാൻ പറ്റില്ല. ആ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാതെ ഒളിച്ചു വെച്ചു എന്നതാണ് ആരതിയുടെ തെറ്റ്. ഏയ്, അത് തെറ്റൊന്നുമല്ല. അതവരുടെ അവകാശം, അങ്ങനെ വേണം പറയാൻ. നീ വീണ്ടും വീണ്ടും അതിൽ കടിച്ചു തൂങ്ങാതെ. കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്കും എനിക്ക് ഇന്നലെയിൽ ഇനി ജീവിക്കാൻ പറ്റില്ല. ഇന്നും നാളെയും വേണം ജീവിക്കാൻ. അതുകൊണ്ട് അതാലോചിച്ചാ മതി. ആരതി, നീ ഒന്ന് മനസ്സിലാക്കണം. വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ അധികം ആരുമില്ലാതെ ജീവിക്കുന്നവരാ നിങ്ങള്. സാധിക്കുന്ന വിധത്തിലൊക്കെ ചൂഷണം ചെയ്യാൻ എല്ലായിടത്തും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് എന്ത് കാര്യമായാലും എന്ത് അനുഭവമായാലും പരസ്പരം പറഞ്ഞ് കല്ലും നെല്ലും വേർതിരിച്ച് ഒന്നായി വേണം എപ്പോഴും ജീവിക്കാൻ. നിങ്ങൾ ഒരു കുടുംബമല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് ചില കാര്യങ്ങൾ മാത്രം ഒളിച്ചു വെക്കുന്നത്? ഒളിച്ചു വെക്കാൻ വേണ്ടി കള്ളങ്ങൾ പറയുന്നത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ചേച്ചിയുടെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചതും നുണ പറഞ്ഞതൊക്കെ തെറ്റാ സീതമ്മേ, പറ്റിപ്പോയി. ഇനി ഇത് ആവർത്തിക്കില്ല. ചേച്ചിയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. ചേച്ചി എന്നോട് ക്ഷമിക്കണം. പിശാചേ, എന്നെ കരയിക്കാനായിട്ട്. അമ്പോ, അങ്ങനെ അത് അവസാനിച്ചു. അങ്കിളെ, ഗുഡ് മോർണിംഗ്. Oh my God! Achut, good morning. Achut. അങ്കിൾ എന്താ ഇവിടെ? ഞാൻ അമ്പലത്തിൽ വന്നത് അച്ചു. അമ്മ അകത്ത് പ്രസാദം വാങ്ങുന്നു. വരാൻ വെയിറ്റിംഗാ ഞാൻ. അന്നങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അമ്മയോടൊരു വാക്ക് പോലും പറയാതെ പോയില്ലേ? അന്ന് അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അയ്യോ, സോറി അച്യുത്. അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞത്? അങ്കിളിനെ കാണാൻ വീട്ടിൽ വന്നതിനാണോ? കാണാൻ വന്നതിനല്ല, സ്കൂളിൽ പോകുന്ന വഴി ആരോടും പറയാതെ ഒരാളോടൊപ്പം പോയതിന്. അത് കറക്റ്റാ. അങ്ങനെ ചെയ്യുന്നത് തെറ്റാ അച്യുത്. പറയണം. ഇനി നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്തിട്ടെങ്കിലും നമ്മൾ പറയണം. എങ്കിലേ പാരന്റ്സിനൊരു സമാധാനം കിട്ടൂ. ഇനി അങ്ങനെ ചെയ്യാം.
അങ്കിൾ, അമ്മ പറഞ്ഞു സ്കൂളിൽ പോകുന്ന വഴിക്ക് ആര് വിളിച്ചാലും ഒപ്പം പോവരുതെന്ന്. ഞാനിനി പോവില്ല. ദാറ്റ്സ് ഗുഡ്. നല്ല കുട്ടി. ഭാര്യമ്മേ, ഞാൻ മറ്റേ പട്ടാളത്തിലുണ്ടായിരുന്നപ്പോ അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ടായിരുന്നു, ഏതാണ്ട് ഇതുപോലെ തന്നെ. ആ, മേഘനാഥ, ആരാ ഇത്? അമ്മേ, ദേ അച്യുത്. സ്കൂളിൽ പോകുന്ന വഴി കണ്ടതാ. ഹലോ പയ്യൻസ്, ഗുഡ് മോർണിംഗ്. അച്യുത്, അമ്മയെ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അമ്മയ്ക്കിപ്പോ അച്യുവിനോട് ഇഷ്ടമാ. മേഘൻ സുഖമില്ലാതെ കിടന്നപ്പോ അച്യുത് വന്നു എന്നും മരുന്ന് കഞ്ഞി കൊടുത്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നെ കണ്ടപ്പോ തന്നെ ഇവന്റെ എല്ലാ സൂക്കേടും പോയെന്നാ അവര് പറഞ്ഞത്. അത് 100% സത്യം ഭവാനിയമ്മേ. നമ്മളെ പയ്യൻസിനെ കണ്ടതും മേഘൻ സാറിന്റെ അസുഖം മാറിയെന്ന് മാത്രമല്ല, ഇരട്ടി ശക്തിയും ഉത്സാഹവും ഊർജവും കയറുകയും ചെയ്ത്. അത് അങ്ങനെയാ മനുഷ്യ. കരുതൽ ഉള്ളിടത്ത് രോഗമില്ലെന്ന് മഹത്തുക്കൾ പറയും. എനിക്ക് അച്യുതിനോട് വലിയ ഇഷ്ടവും കരുതലുവാ. അച്യുതിന് എന്നോടും. എന്താ, ശരിയല്ലേ? ശരിയാ അങ്കിൾ, എനിക്ക് വലിയ ഇഷ്ടം അങ്കിളിനോട്. നന്നായി. അച്യുത്, ഈ പ്രസാദം കഴിക്കേ. ദാ, ഞാൻ മേഘന്റെ മകന്റെ പേരിൽ അർച്ചന നടത്തിയതാ. താങ്ക് യു അങ്കിൾ. എന്നാ എന്റെ അമ്മയെ കാണാൻ വീട്ടിൽ വരുന്നത്? ഞാൻ വരും അച്യുത്, ഞാൻ ഉറപ്പായിട്ടും വരും. ഞാൻ വരുമ്പോ എന്റെ അമ്മയെ കൂടി കൊണ്ടുവരാലോ, അച്യുതിന്റെ അമ്മയെ പരിചയപ്പെടാൻ. അതെ, എനിക്കും കണ്ട് പരിചയപ്പെടണം അച്യുതിന്റെ അമ്മയെ. എന്താ മോന്റെ അമ്മയുടെ പേര്? അഞ്ജലി. അഞ്ജലി. കൊള്ളാം, നല്ല പേര്. അതെ, ഇവിടെ പയ്യൻസിന്റെ പേരെന്നാളും ചോദിച്ചതല്ലേ, സ്കൂളിൽ വെല്ലടിക്കും. അത് ശരിയാണല്ലോ. അച്യുത്, ഞാൻ കൊണ്ടുവിടട്ടെ അച്യുതിനെ? വേണ്ടങ്ങൾ, 2 വളവ് കഴിഞ്ഞാൽ സ്കൂളായി. ഞാൻ ഓടിപ്പിച്ചോളാം. ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. ബൈ. കുട്ടികളായ ഇങ്ങനെ വേണം ഭവാനിയമ്മേ. അവൻ എല്ലാരോടും ഇഷ്ടാ. ഏത് കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ട്. എല്ലാത്തിനും നല്ല ശ്രദ്ധയുണ്ട്. ഏതോ നല്ല അച്ഛനമ്മയ്ക്ക് ജനിച്ച കുഞ്ഞാ. എനിക്കും തോന്നി അച്യുതിന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം, ആ അഞ്ജലി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.